അത്യാവശ്യ കാര്യം പറയാണ്ട്. എന്താ പറയും, കൊറേ കണക്ക് ചെയ്യാണ്ട്. എപ്പൊ നോക്കിയാലും ഈ കണക്ക് തന്നെയാ. എത്ര നേരം ഒരു വിളിക്കണ്. രണ്ടാളും കൂടി ഒരു ഗൂഢാലോചന. എന്തോ ഒരു പണി ഒപ്പിക്കുകയാണല്ലോ. എന്തായാലും കേട്ടോക്കാം. നമുക്കൊരു ട്രിപ്പ് പോയാലോ? അതൊക്കെ വേണോ? എത്ര വെച്ചായിരിക്കും നമ്മൾ ഈ വീട്ടിൽ കുത്തിർക്ക്? ഇടയ്ക്കിടയ്ക്ക് ട്രിപ്പ് ഒക്കെ പോണ്ടേ? അത് പോണം. ഇപ്പൊ എനിക്ക് കൊറേ കണക്ക് ചെയ്യാണ്ട്, പിന്നെ പോവാം. ഹൈഷിന്റെ പഠിച്ചോനെ, ഈ കണക്കൊക്കെ എന്താ തീരുക? അതും തീരാൻ പോണില്ല. ഇതിന്റെ ജോലിയല്ലേ. ജോലിയാണെങ്കിൽ ജോലി. ഞമ്മക്ക് ഇവിടെ കുട്ടികളെയൊക്കെ നിർത്തി പോയാലോ? അതിന് ഉമ്മ അയക്കോ? നമുക്കൊരു സൂത്രപ്പണി ഒപ്പിക്കാം. എന്ത്? അതൊക്കെ ഉണ്ട്. ആടി എന്റെ സൂത്രപ്പണിയൊക്കെ ഇപ്പൊ ഞാൻ കയ്യിലെടുത്തടി. ഒരു സൂത്രപ്പണി ടൂർ പോകാൻ ഞാൻ നല്ല പോയിക്കോളി വളരെ പോയിക്കോളി. ഇതെന്താച്ചാ ചെയ്തോ, ഞാൻ എന്റെ കണക്ക് നോക്കാണ്. ഹൈഷി കണക്കൊക്കെ എന്നാണോ? ഈ കുട്ടികളവിടെ രണ്ടാളും വന്നാണ്. പെട്ടെന്ന് തരി, ഒരു കാര്യം നോക്കി ഞാൻ പറഞ്ഞുതരാം. എടാ വാടത് പെട്ടെന്ന്. ഇറങ്ങി പെട്ടെന്ന് ഉണ്ടാക്കും. ഞാനൊരു കാര്യം പറഞ്ഞുതരാം, നിങ്ങൾ അത് ശരിക്കും കേൾക്കണം കേട്ടോ. ഞാനൊരു കാര്യം പറയട്ടെ. നിങ്ങളെ രണ്ടാളും ഇമ്മച്ചി ഇപ്പച്ചി നിങ്ങളെ കൊണ്ടാകുന്ന വലിയ ടൂർ പോവാണ്. നിങ്ങള് വിഷമിക്കണ്ട, നമുക്കൊരു ഐഡിയ ഉണ്ട്. നിങ്ങളുടെ വേദിങ്ങള് ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആ ഐഡിയ ഫലിക്കോട് നമുക്ക് നോക്കാം. ഒരാളെ ശരിയോട് കൊണ്ടേ. നല്ല ഐഡിയ അല്ലേ? അടിച്ചാ ഇനി പോകുന്ന എനിക്ക് സന്തോഷത്തോടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ഒന്ന് ഉമ്മാനെ പറ്റിച്ചു പോയി. എവിടെ ലിഫ്റ്റിക്ക്? അതൊക്കെ ഇട്ട് ചെറുക്കായി പോണം. അമ്മച്ചൊക്കെ എവിടെ? ഒരാവശ്യത്തിന് തരണം ഒന്നും കിട്ടൂല. ഞാൻ അത്ര ചെറുക്കത്തിയാണ്. ഞാൻ എപ്പോഴും അതൊക്കെ അറിയണേ. അമ്മായിന്റെ വീട് വരെ അയ്യോ, അങ്ങോട്ട് നിങ്ങൾക്ക് പോരാൻ പറ്റില്ല. ഇതൊക്കെ അവിടെ ഡോക്ടറൊക്കെ വന്ന് സൂചി എടുക്കും. നിങ്ങളെ സൂചി വെക്കുവേ? സൂചി വെച്ചോട്ടെ. ഡോക്ടറിനോട് പറയേ എന്നും സൂചി വെക്കണം. സൂചി ചീത്ത കൊട്ടിട്ടോ? എന്റെ കൂടെ തന്നെ അതോ? അത് ഡോക്ടറിന്റെ അടുത്തേക്കല്ലേ? 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. ഞങ്ങൾ ഡോക്ടറിന്റെ അടുത്തേക്കല്ല, അതിനില്ല വെപ്രാളാണ്. എന്റെ പടച്ചോനെ, ആ മറ്റോള് വരുമ്പോത്തിന് പെട്ടെന്ന് ആ ചെടിയൊക്കെ എടുത്ത് മാറ്റണം. ഇതൊന്നല്ലല്ലോ ഞാൻ ഉദ്ദേശിച്ച ചെടി. ഏതൊക്കെയോ ചെടിയൊക്കെ കൊണ്ടുപോയി വെച്ചിക്കണോള്. ആ ചെടി ഇവിടുന്ന് മാറ്റിയില്ലേ? ആടി സുലു 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 വാ, ഓളിതാ വരുന്നേ. പറയരുത്തിട്ടോ മോളെ. എടി എന്നോടൊരു കാര്യം പറയണോ? എൻ്റെ പടച്ചോനെ, ഞാൻ ആകെ പെലാപ്പാട് പൊട്ടിക്കാണ്. എൻ്റെ അമ്മ ആ പെണ്ണിവിടുന്ന് ടൂർ പോവാണ്. ഇങ്ങനെ പറഞ്ഞിട്ടറിയോ? അമ്മായിമ്മൻ്റെ വീട്ടിൽ പോകാനിട്ട് ഓള് ടൂർ പോകാൻ നിൽക്കുക. പിന്നെ ഓളപ്പം ഞാൻ വിടും. ഇവള് വീട് തുടങ്ങി. ആ ഇതാരാ? ഹായ്, എന്താ പോയിട്ട് പേര്? ഈ കുട്ടിയോ? ഇതിൻ്റെ മോളെ കുട്ടിയാണേ. പേര് പറഞ്ഞെടുത്ത
പേരെന്താ? ആയിഷ സബ. ഐഷക്കുട്ടി, ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അവിടെ ചെന്ന് അറിയിക്കരുത് കേട്ടോ. ആ ശരി ശരി. എടി, ഇവളെ വിശ്വസിക്കാൻ പറ്റുമല്ലോ? ഞാൻ എന്നെ വിശ്വസിക്കണ. ഈ പറഞ്ഞെടുക്കൂലല്ലോ? ആ, ഓള് പറഞ്ഞെടുക്കൂല. ഓള് നിഷ്കളങ്കമായ ചിരി കണ്ടില്ലേ? ഓളൊന്നും പറഞ്ഞെടുക്കൂല. ആ പിന്നെ കാര്യം മറന്നു. എന്താ ആ പെണ്ണുമ്പിളുണ്ടല്ലോ, എൻ്റെ മറ്റേ ഒരേ ഒരു മകന്റെ ഭാര്യ, ഓള് ചെന്ന് എന്താ ചെയ്തിക്കാൻ ഒരു തപ്പ് കൊത്തു കൊടുക്കാൻ തോന്നുന്നു എനിക്ക്. കുറച്ചുമണി ഓള് എടി, ഇങ്ങനെ പറയാതെ ഓല് വേണേ ടൂറോ മറ്റേതോ കുണ്ടെടുക്കലും പോയിക്കോട്ടെ. ഓരല്ലേ പോണേ? ഇമ്മ, നിങ്ങളിത് എവിടെ പോയി കിടക്കുക? എന്താ മരുമോള് വിളിക്കണ്? അതാ ഓളെ വിളി. എന്നാ ഞാൻ പോയിട്ടോ. ഹേഷിന്റെ പടച്ചോനെ, എപ്പോഴും ഓളെ വിളി തന്നെയാണ്. ശരി, രക്ഷപ്പെട്ട്. നമ്മൾ എന്തിനാ വന്നേന്ന് പോലും ഒക്കെ അറിഞ്ഞിട്ടില്ല. എന്തായാലും അവരുടെ പൊട്ടത്തിയാണ്. പരദൂഷണം പറഞ്ഞ് തൊലക്കും. പെട്ടെന്ന് വരും, എനിക്ക് ഇവിടെ കാത്തിക്കാൻ വയ്യ. ശരി, ഓക്കെ. അമ്മ, ഞാനേ 2 ദിവസം അമ്മായിൻ്റെ അവിടെ പോയി വരെ. അമ്മായി കുറേ ദിവസമായി പറയണ അമ്മായിൻ്റെ അവിടേക്ക് നിക്കാവാന്ന്. ഞാൻ ഒന്ന് പോയി വരാം കേട്ടോ. എന്ത്, എന്റെ മാപ്പിളല്ലേ? ആ ഉണ്ട്, മാപ്പിളുണ്ട്. അതെവിടെ? ഇപ്പൊ വരാ പറഞ്ഞു. അല്ല, അമ്മായിന്റെ വീട്ടിൽ പോവാനാണോ ഒരു വലിയ കുന്ത്രാണ്ടപ്പെട്ടിയൊക്കെ എടുത്ത് പോണത്? അല്ല, 2 ദിവസം നിക്കാൻ പോവല്ലേ. അയ്യോ, 2 ദിവസോ? ഇനി അനക്കിപ്പോ ഏതാ അമ്മായി ഉള്ളത്? അതിപ്പം സുബൈദമ്മായി ഉണ്ടല്ലോ, ആ അമ്മായിന്റെ വീട്ടുകാരാണ്. അപ്പൊ ഈ കുട്ടികളൊന്നും കൊണ്ടോണില്ല? കുട്ടികള് പോയിരുന്നില്ല പറഞ്ഞു. ഓല് ഇവിടെ ഭയങ്കര കളിയില്ല, ഇനി ഓലെ കൊണ്ടോണ്ടാ എഴുതി. മാത്രല്ല അവിടെ ആന്റിയൊക്കെ വന്നതല്ലേ കളിച്ചത്. ഞാൻ ഒന്ന് ചോദിച്ചോക്കട്ടെ. പണി വരുന്നുണ്ട്. ഭയങ്കര കരഞ്ഞോ. ഞങ്ങളെയും കൊണ്ടോട്ടോ. പെട്ടെന്ന് നിക്കാക്ക് വിളിച്ച് പറയട്ടെ കാര്യം. ഹലോ ഇക്ക. പടച്ചോനെ, ഓർക്കും ടിക്കറ്റ് എടുത്തോ? ഇനി വേറെ വഴിയില്ല. ഞാൻ കാണിച്ചുതരാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചുതരാം. എന്റെ ഉമ്മക്ക് എന്താ പറ്റിയേ? എന്താ പറ്റിയേ? എനിക്ക് തീരെ വയ്യടി. എനിക്ക് തോന്നണ ഈ അമ്മായിന്റെ വീട്ടിലേക്ക് പോണ്ടാന്ന്. ഇല്ല ഈ പോവോ? ഇല്ല.